ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിട്ട് വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചിക്കൻ കറിയായിരുന്നു. അപ്പം ഞാനാണ് ഉണ്ടാക്കിയത്, ചിക്കൻ കറി അമ്മയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ കറിയാണ് കേട്ടോ. അതായത് ഞാൻ ഏതൊക്കെ ഹോട്ടലിൽ പോയി കഴിച്ചാലും എവിടേക്ക് പോയി കഴിച്ചാലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി പോലെ ടേസ്റ്റ് വേറെങ്ങും എനിക്ക് കിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുഞ്ഞിലെ മുതലേ ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല. ഞാൻ അമ്മയടുത്ത് പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ മീറ്റ്, അതായത് ബീഫൊക്കെ അലർജി ഉള്ളതുകൊണ്ട് ചിക്കൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലായിട്ട് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഒരു കരിക്ക് കഴിച്ചു. ആ ചൂട് സമയത്ത്, അതായത് ഇപ്പോൾ ഉള്ള ഈ ചൂടിൻ്റെ ഒരു അവസരത്തിൽ ഈ കരിക്ക് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു. മൊത്തം തണുത്തു, ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. എന്തൊരു ചൂടാണല്ലോ ഇപ്പോൾ, എനിക്കൊന്നും സഹിക്കാനേ പറ്റുന്നില്ല. ഭയങ്കര ചൂട്, രാത്രിയൊന്നും ഉറങ്ങാനേ പറ്റുന്നില്ല. അങ്ങനെ സൂപ്പറായിട്ട് ആ കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിയിലേക്ക് പോയി. ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് ഞാൻ തന്നെ കേട്ടോ റെഡിയാക്കിയത്. അതായത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, അതുപോലെ റൈസും ഞാൻ തന്നെയാണ് കുക്ക് ചെയ്തത്. കറി ഓൾറെഡി അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വിശപ്പുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല, കിടലൻ ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ അത്രയും എൻജോയ് ചെയ്ത്, ആ ടേസ്റ്റൊക്കെ ഫീൽ ചെയ്ത് തന്നെയാണ് അത്രയും ഫുഡും മൊത്തം കഴിച്ചത്. അത്രയ്ക്ക് യമ്മി ആയിരുന്നു. ഫ്രൈ ആണെങ്കിലും അതെ, റൈസ് ഭയങ്കര സോഫ്റ്റായിട്ട് നന്നായിട്ട് കുക്കായിട്ട് സൂപ്പറായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഒരുപാട്. ഒരു വട്ടം ഞാൻ ഇതുപോലെ റൈസ് ഉണ്ടാക്കുമ്പോൾ പല ഡിഫറെൻറ്റ് രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാണെങ്കിലും ഒരുപാട് റെസിപ്പീസ് ഉണ്ടല്ലോ, അതെല്ലാം റെഫർ ചെയ്തിട്ട് പിന്നീട് ചിലപ്പോൾ ഒക്കെ ആ ഒരു സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കാറുണ്ട്, പിന്നെ ചിലപ്പോൾ എൻ്റെ ഓൺ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയായാലും ഇതിപ്പോൾ സക്സസ് ആയി, അതാ പറയാനുള്ള. ലഞ്ച് കഴിച്ചിട്ട് എന്തായാലും വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, ഫുൾ ഹാപ്പിയായി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇതേപോലെ ബജി കഴിച്ചു. ബജിയും പിന്നെ കട്ടൻ ചായയായിട്ട് കഴിച്ചു. വാഴയ്ക്ക ബജിയായിരുന്നു, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് വീട്ടിൽ വൈകുന്നേരം. എനിക്കിങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. നെയ്ച്ചോട്ടിനും ഇഷ്ടമായി. അവങ്ങനെ സ്നാക്സ് ഒന്നും കഴിക്കില്ല, പിന്നെ ഒരു ബൈറ്റ് 1-2 ബൈറ്റ് കഴിച്ചു. എനിക്കങ്ങനെ ബജി അത്ര ഇഷ്ടമായില്ല. വരന്നും കൊണ്ടല്ല, കുറച്ച് ഓയിലി ആയതുകൊണ്ട് വേണ്ട പോലെ തോന്നി. പിന്നെ നൈറ്റ് ഡിന്നറായി. ചപ്പാത്തിയും വെജ് കറിയും ആയിരുന്നു. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അതായത് കോളിഫ്ലവറും ക്യാരറ്റ്, പൊട്ടറ്റോ, അങ്ങനത്തെ കുറച്ച് ക്യാപ്സിക്കം അങ്ങനെയെല്ലാം കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അതായത് നമ്മുടെ ചില്ലിയില്ലേ, അതുപോലെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ.